ഹലോ ആൾ, എല്ലാവർക്കും ഐറ്റ്യൂട്ടറിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2018 PYQs ആണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് UPSCയുടെ 2019 PYQ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു മുഗൾ ഇന്ത്യ, വാട്ട് ഈസ് ഓർ ആർ the difference or differences between Jagirdar and Zamindar? Okay, so Jagirdar and Zamindar അവരുടെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, Jagirdars were holders of land assessments in lieu of judicial and police duties, whereas Zamindars were holders of revenue rights without obligation to perform any duty other than revenue collection. Second statement, land assessments to Jagirdars were hereditary and revenue rights of Zamindars were not hereditary. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നും കൂടെ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും കറക്റ്റ് ആണോ അത് ഏതെങ്കിലും റോങ് ആണോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ജാഗിർദാർ സിസ്റ്റം ആയാലും ജമീന്ദാർ സിസ്റ്റം ആയാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ജാഗിർദാസ് വെയർ ഹോൾഡേഴ്സ് ഓഫ് ലാൻഡ് അസസ്മെൻറ്റ്സ് ഇൻ ലൈവ് ഓഫ് ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഡ്യൂട്ടീസ്, വെറാസ് സെമീന്ദാസ് വെയർ ഹോൾഡേഴ്സ് ഓഫ് റവന്യൂ റൈറ്റ്സ് വിതൗട്ട് ഒബ്ലിഗേഷൻ ടു പെർഫോം എനി ഡ്യൂട്ടി അതർ ദാൻ റവന്യൂ കളക്ഷൻ. ഇവിടെ പറയുന്നത് ജമീന്ദാസിന് എന്താണ് വേറെ ഒരു ഡ്യൂട്ടി ഇല്ല, ജസ്റ്റ് എന്താണ് റവന്യൂ കളക്ഷൻ മാത്രമേ ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്കറിയാം മുഗൾ ടൈം എടുത്ത് നോക്കുന്നത് എന്താണ് ജമീന്ദാസിന് റവന്യൂ കളക്ഷൻ മാത്രമല്ല, അതുകൂടാതെ എന്താണ് അതിലുപരി ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ഇൻക്ലൂഡിങ് എന്താണ് അവരും എന്താണ് ചില ടൈമിങ്ങിൽ പോലീസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ് ഇമ്പീരിയൽ ആർമി ഉണ്ടാക്കിയിട്ട് അവർ ആർക്ക് കൊടുക്കുന്നുണ്ട്, മുഗൾ കിങ്ങിന് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം എന്താണ് ആ ഒരു ടൈമിൽ ജമീന്ദാസിനും ഉണ്ടായിരുന്ന ഡ്യൂട്ടീസ് ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തായാലും തെറ്റായിരിക്കും, റോങ് ആണ്. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ലാൻഡ് അസസ്മെൻറ്റ്സ് ടു ജാഗിർദാസ് വെയർ ഹെറിഡിറ്ററി ആൻഡ് റവന്യൂ റൈറ്റ്സ് ഓഫ് ജമീന്ദാസ് വെയർ നോൺ ഹെറിഡിറ്ററി. ഓക്കെ, പക്ഷേ ഇതെന്താണ് തിരിച്ചാണ് തന്നേക്കുന്നത്. നമുക്കറിയാം ജമീന്ദാസിൻ്റെ റൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ജാഗിർദാസിൻ്റെ ഹെറിഡിറ്ററി അല്ല. ഓക്കെ, സോ ലാൻഡ് അസസ്മെൻറ്റ് ടു ജാഗിർദാസ് വെയർ ടിപ്പിക്കലി നോൺ ഹെറിഡിറ്ററി ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വൈൽ സെമീന്ദാസ് വെയർ ജനറലി ഹെറിഡിറ്ററി. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്താണ് റോങ് ആണ്. നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ജാഗിർദാർ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ജമീന്ദാർ സിസ്റ്റം. ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. നെയ്തർ 1 nor 2, രണ്ട് ഓപ്ഷൻ എന്താണ് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? Option A, the sealing laws were aimed at family holdings and not individual holdings. Second one, the major aim of land reforms was providing agricultural land to all the landless. Next statement, it resulted in cultivation of cash crops as a predominant form of cultivation. Final D, land reforms permitted no exemptions to the ceiling limits. നമുക്കിതിൽ ആദ്യം തന്നെ എന്താണ് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലാൻഡ് റിഫോംസ് പെർമിറ്റഡ് നോ എക്സംഷൻസ് ടു ദ സീലിംഗ് ലിമിറ്റ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അതെന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യമേ നമുക്കപ്പോൾ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ദ സീലിംഗ് ലോസ് വെയർ എയിംഡ് അറ്റ് ഫാമിലി ഹോൾഡിങ്സ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ഹോൾഡിംഗ്. സീലിംഗ് ലോസ് എന്താണ് ഫാമിലി ഹോൾഡിങ്സിന് മാത്രം, അല്ലാതെ എന്താണ് ഇൻഡിവിജ്വൽ ഹോൾഡിങ്സ് ഇല്ലെന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ എയും റോങ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി നോക്കി, ഇത് റിസൾട്ടഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ആസ് എ പ്രീഡോമിനൻറ്റ് ഫോം ഓഫ് കൾട്ടിവേഷൻ. ഓക്കെ, സോ ഇറ്റ് റിസൾട്ടഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ആസ് എ പ്രീഡോമിനൻറ്റ് ഫോം ഓഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ക്യാഷ് ക്രോപ്സിന് ആ ഒരു ഇത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അതും തെറ്റാണ്. കാരണം എന്താണ് ഇത് ക്യാഷ് ക്രോപ്സിൻ്റെ അല്ല, കൂടുതലും എന്താണ് അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തിരുന്നു. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ലാൻഡ് റിഫോംസിൻ്റെ എന്താണ് അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തിരുന്നു. പക്ഷേ എന്താണ് അവിടെ ക്യാഷ് ക്രോപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സിന് എന്താണ് പ്രീഡോമിനൻറ്റ് ഫോം കൊടുത്തില്ല. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. The major aim of land reforms was providing agricultural land to all the landless. ഓക്കെ, എല്ലാ ലാൻഡ്ലെസ്സിനും എന്താണ് അഗ്രികൾച്ചർ ലാൻഡ് കിട്ടുക, അതായിരിക്കും എന്താണ് മേജർ ആയിട്ടുള്ളൊരു റിഫോം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് റിഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Global Competitiveness Report is published by, അപ്പോൾ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓപ്ഷൻ ബി UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ സി വേൾഡ് എക്കണോമിക് ഫോറം. ഓപ്ഷൻ ഡി വേൾഡ് ബാങ്ക്. അപ്പോൾ ഇതിൽ ആരാണ് ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ റിപ്പോർട്ട്സിലൊക്കെ നമുക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വരാറുണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ റിപ്പോർട്ട്സുകൾ അത് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസി
ഏജൻസി ഏതാണ്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ആരാണ് എന്നൊക്കെ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ ഈ ഗ്ലോബൽ കോമ്പറ്റീനിയസ് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? അത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വേൾഡ് എക്കണോമിക് ഫോറം ആണ് എന്ത് ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിനെ പറ്റി നോക്കണം എന്താണെന്ന്. അതെന്താണ്? ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. എവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡാണ്. ഓക്കെ, സോ ഇത് എന്താണ് 1979 മുതൽ എന്താണ് ഈ ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1979 മുതൽ എന്താണ് ഈ ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ COVID-19 ടൈം ആയപ്പോഴത്തേക്ക് എന്താണ് ചെറിയ മാറ്റങ്ങൾ, അതായത് ആ ടൈമിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണം എന്താണ് അതിനുശേഷം അത് പോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, സോ അതാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ടിനെ പറ്റി പറയാനുള്ളത്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഓക്കെ, വേൾഡ് എക്കണോമിക് ഫോറം ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ വേൾഡ് എക്കണോമിക് ഫോറം എന്താണ്? ഒരു ഇൻ്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡാണ്. 1979 മുതൽ 1979 മുതൽ എന്താണ് ഈ ഒരു ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് റിപ്പോർട്ട് എന്താണ് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. COVID-19 ശേഷം എന്താണ് അതിൽ ചെറിയൊരു പോസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിനെ പറ്റി നമ്മൾ നോക്കി, അത് പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിനെ പറ്റി നോക്കി. അപ്പോൾ അതുപോലെ എന്താണ് ബാക്കി ഇപ്പോൾ IMF ആയാലും അതുപോലെ UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയാലും ഇവരെല്ലാം എന്താണ് ഓരോ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എന്താണ് ജസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് IMFൻ്റെ ജസ്റ്റ് നോക്കാം. IMF പബ്ലിഷ് ചെയ്യുന്ന മെയിനായിട്ടുള്ള റിപ്പോർട്ട്സുകളാണ് ഏതൊക്കെ? ഒന്ന് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്. ഓക്കെ, സോ ഫസ്റ്റ് വൺ വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്. അതുകൂടെ എന്താണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ് IMF പബ്ലിഷ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ട്സുകളാണ്. ഫസ്റ്റ് വൺ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, അതുപോലെ എന്താണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഇത് രണ്ടും എന്താണ് ഇത് രണ്ടും IMF അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിടുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ്. ഈ നെക്സ്റ്റ് നമുക്ക് എന്താണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ തന്നെ മറ്റ് ഇതും കൂടി നോക്കാം. വേൾഡ് എക്കണോമിക് ഫോറം. ഓക്കെ, ഒന്ന് നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഏതാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഉണ്ടാകും നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. ഓക്കെ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. ഇതാരാണ് പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് എക്കണോമിക് ഫോറമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൂടാതെ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്, ഇതുകൂടാതെ ട്രാവൽ ആൻഡ് ടൂറിസം, ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ട്. ഓക്കെ, ഓക്കെ, ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട്. ഇതെല്ലാം എന്താണ് വേൾഡ് എക്കണോമിക് ഫോറം റിലീസ് ചെയ്യുന്ന കുറച്ച് റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, അതുപോലെ എന്താണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറം എന്തൊക്കെയാണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്, അതുപോലെ എന്താണ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്, അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട്. ഇതെല്ലാം എന്താണ് വേൾഡ് എക്കണോമിക് ഫോറം റിലീസ് ചെയ്യുന്ന റിപ്പോർട്ട്സുകളാണ്. നെക്സ്റ്റ് ഇനി എന്താണ് നമുക്ക് അടുത്ത വന്ന ഏതാണ്? UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്. ഓക്കെ, താഴെയായിട്ട് എഴുതാം വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്.
ഓക്കെ, സോ ഇത് ആരാണ്? വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് ആരാണ്? UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇത് വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തു വിടുന്നത്. സോ ഇനി നമുക്ക് ഫൈനലായിട്ട് ഒന്നും കൂടെ ഉണ്ടായതാണ് വേൾഡ് ബാങ്ക്. ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്നാണ് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്. ജസ്റ്റ് എന്താണ് ഒന്നോ രണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് ചോദിക്കുമ്പോൾ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം വേൾഡ് ബാങ്ക് ആണിത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം എന്താണ് അറിഞ്ഞിരിക്കണം. സോ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്റ്റ്, ഗ്ലോബൽ എക്കോണമിക് പ്രോസ്പെക്റ്റ്, പിന്നെ നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഓക്കെ, നമുക്ക് സൈഡിലായിട്ട് എഴുതാം വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. സോ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്റ്റ്, അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുകൂടാതെ എന്താണ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഇതെല്ലാം ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് ബാങ്കാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ IMF പബ്ലിഷ് ചെയ്യുന്നത് നോക്കി, വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്നത് നോക്കി, വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് നോക്കി, അതുപോലെ എന്താണ് UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതും എന്താണ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ നോക്കി. അപ്പോൾ എന്താണ് ഇതുപോലെ നമുക്ക് റീസെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബോഡീസ് ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് നമുക്ക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ചാർട്ടർ ആക്ട് ഓഫ് 1813. 1813 ചാർട്ടർ ആക്ടിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 1813 ചാർട്ടർ ആക്ട്. ഇറ്റ് എൻഡഡ് ദ ട്രേഡ് മോണോപോളി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. Second statement, it asserted the sovereignty of the British Crown over the Indian territories held by the company. Third statement, the revenues of India were now controlled by British Parliament. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ A 1 and 2 only, ഓപ്ഷൻ B 2 and 3 only, ഓപ്ഷൻ C 1 and 3 only, ഓപ്ഷൻ D 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? അപ്പോൾ ചാർട്ടർ ആക്ടിനെ പറ്റി നമുക്ക് അറിഞ്ഞിരുന്നാലേ പറ്റും എത്ര ചാർട്ടർ ആക്ട് ഉണ്ടെന്ന് അറിയണം, അതിൽ ഏതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അറിയണം. നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 1813 ചാർട്ടർ ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് എൻഡഡ് ദ ട്രേഡ് മോണോപോളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. ഓക്കെ, സോ 1813 ചാർട്ടർ ആക്ടിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണെന്ത് ഈ പറയുന്നത്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് അസേർട്ടഡ് ദ സോവറിനിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ദ ഇന്ത്യൻ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ കമ്പനി. സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമുക്കിപ്പോൾ ചാർട്ടർ ആക്ടിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്? ദ റവന്യൂസ് ഓഫ് ഇന്ത്യ വെർ നൗ കൺട്രോൾഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റവന്യൂസ് എന്താണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ അതെന്താണ് 1813 ചാർട്ടർ ആക്ട് അല്ലായിരുന്നു. അതിന് മുന്നേ എന്തുണ്ട്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉണ്ട്. 1784 1784 എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. സോ പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് എന്ത് ഈ ഒരു കാര്യം പറയുന്നത്, റവന്യൂസ് ഓഫ് ഇന്ത്യ വെർ നൗ കൺട്രോൾഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഓക്കെ, അത് ഏതിലാണ്? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് പറയുന്നത്. സോ അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ A ആണ്, 1 and 2 only ആയിരിക്കും. ഓപ്ഷൻ 3 എന്താണ്? റോങ് ആണ്. ഓക്കെ, ഇതുകൂടെ നമ്മളിപ്പോൾ പറഞ്ഞ് ചാർട്ടർ ആക്ട് 1813 എന്തൊക്കെയുണ്ട്? ഇന്ത്യ ആയിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി മോണോപോളി എക്സെപ്റ്റ് ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന അവസാനിച്ചു. ആൻഡ് ആൾസോ അസേർട്ടഡ് ദ സോവറിനിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ദ ഇന്ത്യൻ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ കമ്പനി. ഇതുകൂടാതെ വേറെ എന്തൊക്കെ പോയിന്റ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കെന്താണ് ഈ 1830 ചാർട്ടർ ആക്ട് വഴി കിട്ടിയത്? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുന്നത്. അതായത് എന്ത് പ്രൊവൈഡ് ചെയ്തു? 1 lakh per annum for education of Indians. ഓക്കെ, സോ എന്ത് ചെയ്തു? പ്രൊവൈഡ് എ ഗ്രാൻഡ് ഓഫ് ₹1 lakh per annum ഫോർ ദ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്താണ് 1 lakh per annum അതെന്താണ് ഗ്രാൻഡ് ചെയ്തു. ആൻഡ് ആൾസോ ഗേവ് പവർ ടു ദ ലോക്കൽ ഗവൺമെൻറ്റ്സ് ടു ഇമ്പോസ് ആൻഡ് കളക്ട് ടാക്സസ്. ഓക്കെ, ലോക്കൽ ഗവൺമെൻറ്റ്സിന് എന്താണ് ടാക്സ് കളക്ട് ചെയ്യാനോ എന്താണ് ടാക്സ് ഇമ്പോസ് ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ എന്താണ് പവർ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതാം, ഗേവ് power to local government to impose and collect tax.
ഓക്കെ, സോ അതും എന്താണ് 1813 ചാർട്ടർ ആക്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഇന്ത്യയായിട്ടുള്ള ഇറ്റ് എൻഡഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫോർ വാട്ട് ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, ഇറ്റ് അസേർട്ടഡ് ദ സോവറിനിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ദ ഇന്ത്യൻ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ കമ്പനി. ദെൻ അതുകൂടെ എന്ത് പറയുന്നുണ്ട്, ഗ്രാൻഡഡ് 1 lakh per annum for education of Indians and also gave power to the local government to impose and collect taxes. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് 1813 ചാർട്ടർ ആക്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, സോ അതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു സ്വദേശി മൂവ്മെൻറ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ സ്വദേശി മൂവ്മെൻറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. First statement, it contributed to the revival of indigenous artisan craft and industries. Second statement, the National Council of Education was established as part of സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്വദേശി മൂവ്മെൻറ്റ് നമുക്കറിയാവുന്നതാണ്. കാരണം 1905 പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ ഫലമായിട്ട്, ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അപ്പോൾ പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ ഫലമായിട്ടാണ് എന്ത് സ്വദേശി മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നമുക്കറിയാം സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്താണ് ബോയ്ക്കോട്ട് ചെയ്തിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതാണ് സ്വദേശി മൂവ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ റിവൈവൽ ഓഫ് ദ ഇൻഡിജിനസ് ആർട്ടിസൻ ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രീസ്. സോ സ്വാഭാവികമായിട്ട് എന്താണ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ടിസ്റ്റിനൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എന്തായാലും അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പാർട്ട് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് പറയുന്നത്. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം 1906 ഓഗസ്റ്റ് 15 എന്ത് ചെയ്തു, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 രണ്ടും എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വദേശി മൂവ്മെൻറ്റ് നോക്കുമ്പോൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നോക്കണം. അതുപോലെ എന്താണ് സ്വദേശി മൂവ്മെൻറ്റിൽ ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നത് നമുക്കറിയാം. ലാൽ, അതുപോലെ പാൽ, ഓക്കെ, ലാലാ ലജ്പത് റായ്, അതുപോലെ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇവർ മൂന്നും എന്തായിരുന്നു അതിൻ്റെ പ്രൊമിനൻറ്റ് ലീഡേഴ്സ് ആയിരുന്നു. 1905 ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വന്നത്. INC എന്താണ് ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. സ്വദേശി മൂവ്മെൻറ്റ് എന്താണ് INCയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവരെന്തായിരുന്നു ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ കാരണം എന്താണ് ഇന്ത്യൻ ആർട്ടിസൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിന് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്താണ് ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്തത്. ഇതുകൂടെ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1906 ഓഗസ്റ്റ് 15 ഇത് നമ്മുടെ എന്താണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലും അതുപോലെ എന്താണ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു നാഷണൽ കോൺഷ്യസ്നെസ് കൊണ്ടുവരാനുള്ള ഇതെല്ലാം എന്താണ് ഈ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, മൂവ്മെൻറ്റ് ഓർ ഓർഗനൈസേഷൻ ലീഡേഴ്സ്. ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് മഹാത്മാഗാന്ധി, ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തതെന്ന് ചോദിച്ചേക്കാം. നമുക്കറിയാം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് നമ്മുടെ തമിഴ്നാട് റീജിയനിലുണ്ടായിരുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതാരായിരുന്നു? EV രാമസ്വാമി നായ്ക്കറാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. EV രാമസ്വാമി നായർ അല്ലെങ്കിൽ എന്താണ് പെരിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സോ 3 എന്തായാലും ശരിയാകുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ശരിയാണ്. ഓൾ ഇന്ത്യ കിസാൻ സഭ ആരാണ്? സ്വാമി സഹജാനന്ദ സരസ്വതിയാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ്. ഗാന്ധി എന്താണ് ഈ ഒരു അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ട് എന്താണ് ഒരുപാട് നിലപാടുകൾ എടുത്ത വ്യക്തിയാണെന്ന് പറയുന്നത് ഗാന്ധി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗിൽ ഗാന്ധി ലീഡറാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ, അത് എന്തായാലും ശരിയാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അതും എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആണ്. 3 എന്താണ് ശരിയാണ്. ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ്, ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗിൽ എന്തായിരുന്നു 1932 എന്താണ് ഗാന്ധി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റിയിൽ 1932. ദെൻ അതുപോലെ ഓൾ ഇന്ത്യ കിസാൻ സഭ എന്തായിരുന്നു? അത് 1936 1936 INCയുടെ സെക്ഷൻ, 1936 INC സെക്ഷൻ അതെവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു. ഓക്കെ, സോ 1936 ലക്നൗ സെക്ഷനിലാണ് എന്ത് ഈ ഒരു ഓൾ ഇന്ത്യ കിസാൻ സഭ ഫൗണ്ട് ചെയ്തത്. എന്തിനു വേണ്ടിയായിരിക്കും? നോർമലി നമുക്ക് ആ പേരിൽ കിടക്കുന്ന പോലെ എന്താണ് പീസ് മൂവ്മെൻ്റ് ആയിരുന്നു അത് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻ്റ് ആണ്. അതെവിടെയായിരുന്നു? തമിഴ്നാട്ടിലായിരുന്നു. EV രാമസ്വാമി നായ്ക്കറാണ് എന്ത് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, EV രാമസ്വാമി നായ്ക്കറിനെ നമുക്ക് അറിയപ്പെടുന്നത് 1925 ഇത് കൊണ്ടുവന്നത്. EV രാമസ്വാമി നായ്ക്കറിന് എന്താണ് അറിയപ്പെടുന്നത്? അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ്
ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. സോ ഫാദർ ഓഫ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കറിനെയാണ്. കാരണം അദ്ദേഹം എന്താണ് ഈ ബ്രാഹ്മണിക്കൽ സുപ്രീമസി അതിനെതിരെയൊക്കെയാണ് എന്ത് കൂടുതലും പോരാടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഫാദർ ഓഫ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 ആൻഡ് 3 മൂന്നും എന്താണ് കറക്റ്റാണ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്? ഇതിൽ ഹാരപ്പൻ സൈറ്റ് അല്ലാത്ത എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ചാവന്താരോ, നമുക്കറിയാം ഹാരപ്പൻ സൈറ്റ് ആണ്. ഓപ്ഷൻ ബി കോട്ട് ഡിജി, അതും ഹാരപ്പൻ സൈറ്റ് ആണ്. ഓപ്ഷൻ സി സോ ഗൗര, ഓക്കെ അതെന്താണ് ഹാരപ്പൻ സൈറ്റ് അല്ല. ദെൻ ദേസാൽപൂർ ഹാരപ്പൻ സൈറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെന്ത് ഹാരപ്പൻ സൈറ്റ് അല്ലാത്ത. ബാക്കിയെല്ലാം എന്താണ് ഹാരപ്പൻ സൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്താണ് ഹാരപ്പൻ സൈറ്റിനെ പറ്റി ഏതൊക്കെയാണ് ഹാരപ്പൻ സൈറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാരപ്പൻ സൈറ്റ് ഏതൊക്കെയാണ്, അവിടെ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ സോഗൗര എന്ന് വെച്ചാൽ എന്താണ്, അത് ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനാണ്. നമ്മുടെ മൗര്യൻ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന പ്ലേസ് ആണ് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. ഏത് ടൈമിലായിരുന്നു? മൗര്യൻ്റെ. സോ മൗര്യൻ പീരീഡിൽ ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു എന്ന് പറയുന്നത് ഈ സോഗൗര എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഗോരഖ്പൂർ UP. സോ അതാണ് ഏത് സോഗൗര വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചാവന്താര ആയാലും അറിയാം. ചാവന്താരയൊക്കെ എന്താണ് കൂടുതലും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. IVCL ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഈ ചാവന്താര എന്നാണ് പറയുന്നത്. കൂടുതൽ അവിടെ എന്താണ് ബീഡ് മേക്കിംഗ്, ഷെൽ കട്ടിങ്, സീൽ മേക്കിംഗ് ഇതെല്ലാം എന്താണ് അവിടെ ഫേമസ് ആണ്. മുകളിലായിട്ട് എഴുതാം. ബീഡ് മേക്കിങ്, then shell cutting and also seal making. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ ചാവന്താര എന്ന് പറയുന്നത്. ദെൻ കോട്ട് ഡിജിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. കോട്ട് ഡിജി കാരണം എന്തായിരുന്നു, അതൊരു പ്രീ ഹാരപ്പനും അതുപോലെ മെച്ചർ ഹാരപ്പൻ സൈറ്റിലും എക്സാമ്പിളാണ്. ഓക്കെ, അതാണ് കോട്ട് ഡിജിയിൽ വരുന്നത്, പ്രീ ആൻഡ് മെച്ചർ ഹാരപ്പൻ. ഇത് രണ്ടും, അതായത് ചാവന്താരയും കോട്ട് ഡിജി എവിടെയാണ്? നമ്മുടെ പാകിസ്ഥാനിലെ സിന്ധ് ഡിസ്ട്രിക്റ്റിലാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ സിന്ധ് ഡിസ്ട്രിക്റ്റിലാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ദെൻ ദേസൽപൂർ എവിടെയാണ്? അത് ഗുജറാത്തിലാണ്, കച്ച് ഡിസ്ട്രിക്റ്റിൽ. ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലാണ് ദേസൽപൂർ. ഓക്കെ, ആൻഡ് ആൾസോ ഇതെന്തായിരുന്നു നമ്മുടെ മെച്ചർ ഹാരപ്പൻ സൈറ്റിന് എക്സാമ്പിളാണ് ഈ ദേസൽപൂർ എന്ന് പറയുന്നത്. മെച്ചർ ഹാരപ്പൻ. ഓക്കെ, സോ ആൻസർ ഏതാണ്? സോഗൗരയാണ്. അത് മാത്രമാണ് എന്ത്, അത് ഒരു നമ്മുടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുള്ള ഒരു മൗര്യൻ പീരീഡിലെ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ് എന്ന് പറയുന്നത് സോഗൗര എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലീഫ് സ്കൾപ്ചേഴ്സ് ഇൻസ്ക്രിപ്ഷൻസ് ഈസ് രന്യു അശോക അല്ലെങ്കിൽ കിങ് അശോക മെൻഷൻഡ് എലോങ് വിത്ത് ദ സ്റ്റോൺ പോർട്രേറ്റ് ഓഫ് അശോക? ഓപ്ഷൻ എ കങ്കനഹള്ളി, ഓപ്ഷൻ ബി സാഞ്ചി, ഓപ്ഷൻ സി ഷഹബാസ് ഗാരി, ഓപ്ഷൻ ഡി സോഗൗര. അപ്പോൾ ഇതിൽ എവിടെയാണ് രന്യു അശോക എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റോൺ പോർട്രേറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്? എഗെയിൻ നമുക്ക് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ആൻസർ ഇതാണ്, കങ്കനഹള്ളിയാണ്. കർണാടകയിലെ ഒരു പ്ലേസ് ആണ് എന്ന് പറയുന്നത് കങ്കനഹള്ളി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് എന്ത് റയർ റിലീഫ് സ്കൾപ്ചേഴ്സ് ഓഫ് എംപയർ അശോകൻ. ആരൊക്കെയാണ്? അശോക എംപയർ ഉണ്ടായിരുന്നു. ദെൻ വിത്ത് ഹിസ് ക്യൂൺ ആൻഡ് അറ്റൻഡേഴ്സ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ സ്കൾപ്ചറാണ് എന്ത് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. ഓക്കെ, സോ ഇതിൽ എന്തെന്ന് എഴുതിയിരുന്നു? രന്യു അശോക എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. രന്യു അശോക മീൻസ് കിങ് അശോക. ഓക്കെ, കിങ് അശോക എന്ന് എന്താണ് ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ആൾസോ ഇതായിരുന്നു എന്ത് ഫസ്റ്റ് എവർ സ്കൾപ്ചർ ഓഫ് അശോക വിത്ത് ഹിസ് നെയിം ഇൻസ്ക്രൈബ്ഡ്. ഫസ്റ്റ് എവർ sculpture of Ashoka with his name inscribed. ഓക്കെ, സോ അതാണ് ഇത് കങ്കനഹള്ളിയിലെ രന്യു അശോകയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ്: ഡെയിഫിക്കേഷൻ ഓഫ് ബുദ്ധ, ട്രേഡിംഗ് ദ പാത്ത് ഓഫ് ബോധിസത്വസ്, ഇമേജ് വർഷിപ്പ് ആൻഡ് റിച്വൽസ്. വിച്ച് ഓഫ് ദ എബോ ഈസ് ഓർ ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് മഹായാന ബുദ്ധിസം? അപ്പോൾ മഹായാന ബുദ്ധിസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം. മഹായാന ബുദ്ധിസം എന്ന് വെച്ചാൽ എന്താണ്, ബുദ്ധനെ വർഷിപ്പ് ചെയ്യുന്നവരാണ് എന്ത് മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ 3 നമുക്ക് എന്തായാലും ശരിയായിട്ട് എടുക്കാം. ഇമേജ് വർഷിപ്പ് ആൻഡ് റിച്വൽസ്. ബുദ്ധനെ അവരെന്താണ് ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എയും ബിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
രണ്ട് പിന്നെ കോമൺ ആയിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് എന്താണ്, ഡെയിഫിക്കേഷൻ ഓഫ് ദ ബുദ്ധ. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് മഹായാന ബുദ്ധിസം എന്താണ് ബുദ്ധനെ ഡെയിഫിക്കേഷൻ ചെയ്തിരുന്നത്. സോ ഓപ്ഷൻ എ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ആൻഡ് 3 മൂന്നും എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3 ആയിരിക്കും. ഓക്കെ. സോ മഹായാന ബുദ്ധിസം നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഹീനയാന ബുദ്ധിസവും കൂടെ നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ ഹീനയാന അതുപോലെ എന്താണ് മഹായാന. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഹീനയാന ബുദ്ധിസത്തിൻ്റെ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്ക്രിപ്ചേഴ്സ് മെയിനായിട്ട് അവർ പാലിയിലാണ് എഴുതിയിരുന്നത്. ഓക്കെ. മെയിനായിട്ട് ഏത് ലാംഗ്വേജിലായിരുന്നു പാലിയിലായിരുന്നു എഴുതുന്നത്. ബട്ട് മഹായാന ആകുമ്പോൾ അത് ഏതിലായിരുന്നു, സാൻസ്ക്രിറ്റിൽ. ദെൻ അടുത്ത ഹീനയാന പറയുന്നത് എന്താണ്, അവർ ഐഡിയൽ വർഷിപ്പിനെ ബിലീവ് ചെയ്തിരുന്നില്ല. ബട്ട് മഹായാന എന്താണ് ഐഡിയൽ വർഷിപ്പിന് ബിലീവ് ചെയ്തിരുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഹീനയാന പ്രധാനമായിട്ട് ഏതൊക്കെ ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്, ശ്രീലങ്ക, കംബോഡിയ, തായ്ലൻഡ്, അതുപോലെ ലാവോസ്. അപ്പോൾ ഈ ഒരു റീജിയനിലേക്കായിരുന്നു ഇത് പ്രധാനമായിട്ട് ഹീനയാന ഉണ്ടായിരുന്നത്. ഓക്കെ. ബട്ട് കൂടെ മ്യാൻമർ ഉണ്ടായിരുന്നു. ബട്ട് മഹായാന എവിടേക്കായിരുന്നു, മഹായാന എസ്പെഷ്യലി ചൈന, ജപ്പാൻ, ടിബറ്റ് റീജിയനിലേക്കായിരുന്നു. ചൈന, ജപ്പാൻ, ടിബറ്റ് ഈ ഒരു റീജിയനിലേക്കായിരുന്നു മഹായാന ഉണ്ടായിരുന്നത്. ദെൻ ഇവർ ഹീനയാന എന്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്, ദേ ബിലീവ്ഡ് ഇൻ ഇൻഡിവിജ്വൽ സാൽവേഷനിലാണ് എന്താ അവർ ബിലീവ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സാൽവേഷൻ. ബട്ട് മഹായാന എന്തിനാണ് ബിലീവ് ചെയ്യുന്നത്, ദേ ബിലീവേഴ്സ് ഇൻ ദ യൂണിവേഴ്സൽ ലിബറേഷൻ ഫ്രം suffering from all beings. ഓക്കെ. സോ അതാണ് എന്ത് ഹീനയാനയും മഹായാനയും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് ഒക്കെ. ഓക്കെ. അപ്പോൾ ഹീനയാന എന്ന് പറയുന്നത് എന്താണ് അവർ പാലിയിലാണ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. ബട്ട് മഹായാന സാൻസ്ക്രിറ്റിലായിരുന്നു. ഹീനയാന ഡസ് നോട്ട് ബിലീവ് ഐഡിയൽ വർഷിപ്പ്, ബട്ട് മഹായാന എന്താണ് ഐഡിയൽ വർഷിപ്പിന് ബിലീവ് ചെയ്തിരുന്നു. ദെൻ പ്രധാനമായിട്ട് ഹീനയാന ഉണ്ടായിരുന്നത് ശ്രീലങ്ക, കംബോഡിയ, തായ്ലൻഡ്, ലാവോസ്, മ്യാൻമർ ഏരിയയിലൊക്കെ ആയിരുന്നു. മഹായാന ചൈന, ജപ്പാൻ, ടിബറ്റ് റീജിയനിലായിരുന്നു. ദെൻ ഹീനയാന ഇൻഡിവിജ്വൽ സാൽവേഷനിൽ വിശ്വസിക്കുന്നു. ബട്ട് യൂണിവേഴ്സൽ ലിബറേഷൻ ഓഫ് സഫറിങ് ഫ്രം ഓൾ ബീയിങ്സ് ആണ് ഏത് മഹായാനയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതാണ് ഹീനയാനയും മഹായാനയും തമ്മിലുള്ള മേജറായിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ഒക്കെ. അപ്പോൾ അതും കൂടെ എന്താണ് ജസ്റ്റ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ബുദ്ധിസത്തിൻ്റെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് ജൈനിസം നോക്കുക, അതുപോലെ എന്താണ് അതിൻ്റെ സെക്റ്റുകൾ നോക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതൊക്കെ എന്താണ് നമ്മൾ നോക്കി പോകണം ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ വിഷ്ടി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഫോഴ്സ്ഡ് ലേബറിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഏതെങ്കിലും നോക്കാം. It was considered a source of income for the state, a sort of tax paid by the people. Second one, it was totally absent in Madhya Pradesh and Kathiawar regions of the Gupta Empire. നമുക്കറിയാം ഗുപ്ത എംപയർ എന്തായാലും ആ ഒരു റീജിയനിലെല്ലാം കിടക്കുന്നതാണ്. അപ്പോൾ അവിടുന്ന് അതായത് മേജർ റീജിയനാണ് ഈ മധ്യപ്രദേശ് അല്ലെങ്കിൽ കത്തിയാവാർ റീജിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും അത് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് തെറ്റായിട്ട് എടുക്കാം. നെക്സ്റ്റ്, ദ ഫോഴ്സ്ഡ് ലേബർ വാസ് എൻടൈറ്റിൽഡ് ടു വീക്ക്ലി വേജസ്. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ എന്താണ് ഇവിടെ വീക്ക്ലി വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഡീപ്പായിട്ട് പോയി ഫോഴ്സ്ഡ് ലേബർ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ആലോചിച്ച് നമുക്ക് എന്തായിരിക്കും ആ ഒരു ആൻസറിൽ എത്താൻ പറ്റില്ല. നമ്മൾ പക്ഷേ സിമ്പിളായിട്ട് ആലോചിക്കുന്നു ഫോഴ്സ്ഡ് ലേബറാണ്, അപ്പോൾ അതിലെന്താണ് വീക്ക്ലി വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമോ എന്നിങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്താണ് ഇല്ല എന്നൊരു ആൻസർ അവിടെ എന്താണ് കൊണ്ടുവരാനായിട്ട് പറ്റും. ദെൻ the eldest son of the laborer was sent as a forced laborer. അപ്പോൾ എന്താണ് ലേബറിൻ്റെ എൽഡസ്റ്റ് സണ്ണിനെയാണ് വിടുന്നത്. അപ്പോൾ ഫോഴ്സ്ഡ് ലേബറിൽ എൽഡസ്റ്റ് സണ്ണ് മാത്രമേ വരാവൂ എന്നൊന്നും എന്താണ് തീരുമാനിക്കാൻ പറ്റില്ല. അത് നമുക്ക് എന്താണ് റോങ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ സ്റ്റേറ്റ്, എ സോർട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ. സോ അതാണ് ഏത് ഫോഴ്സ്ഡ് ലേബറിൽ വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, ആൻസർ ഓപ്ഷൻ എ ആണ്. 10th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് 11,
Building Kalyana Mandavas was a notable feature in the temple construction in the kingdom of Chalukya, Chandela, Rashtrakuta and Vijayanagara. Again, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കല്യാണ മണ്ഡപം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഏത് കൊടുക്കാം? വിജയനഗര എംപയർ കൊടുക്കാം. ഓക്കെ, കാരണം കല്യാണ മണ്ഡപം ഏത് എംപയറിൻ്റെ കീഴിലായിരുന്നു? വിജയനഗര എംപയറിൻ്റെ കീഴിലാണ് കല്യാണ മണ്ഡപം കൂടുതലും വന്നിട്ടുള്ളത്. ഓക്കെ, സോ 11th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്. ആൻസർ വിജയനഗര എംപയർ ആണ്. കാരണം വിജയനഗര എംപയറിൻ്റെ ടെമ്പിൾ ആർക്കിടെക്ചറാണ് എന്ത് ഈ കല്യാണ മണ്ഡപം വരുന്നത്. വിജയനഗര എംപയർ 14th സെഞ്ച്വറി മുതൽ 17th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നതാണ്. അതുകൂടാതെ എന്താണ് ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഏതൊക്കെ? വിരുപക്ഷ, then വിട്ടല ടെമ്പിൾ, വിരുപക്ഷ ടെമ്പിൾ, വിട്ടല ടെമ്പിൾ, അതുകൂടാതെ എന്താണ് ഹസറ രാമ ടെമ്പിൾ. ഓക്കെ, ഹസറ രാമ ടെമ്പിൾ. ഇതെല്ലാം എവിടെയാണ്? ഹംപി റീജിയനിലാണ് ഉള്ളത്. ഓക്കെ, ഹംപി എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഹംപിയിലുള്ളതാണ്. സോ വിരുപക്ഷ ടെമ്പിളിലായാലും വിട്ടല ടെമ്പിളിലായാലും ഹസരരാമ ടെമ്പിളിലായാലും ഇവിടെയെല്ലാം എന്താണ് ഈ ഒരു കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞ പ്രൊമിനൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത് വിജയനഗര എംപയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ ഫോമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിജയനഗര എംപയർ ആണ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. ഇൻ ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ദ ഇൻചാർജ് ഓഫ് റവന്യൂ കളക്ഷൻ വാസ് നോൺ ആസ് ആമിൽ. The Ikta system of Sultans of Delhi was an ancient indigenous institution. Next, the office of Mir Bakshi came into existence during the region of Khalji Sultans of Delhi. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ദ ഇൻചാർജ് ഓഫ് റവന്യൂ കളക്ഷൻ വാസ് നോൺ ആസ് ആമിൽ. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അവിടുത്തെ എന്താണ് ഇൻചാർജ്, റവന്യൂ കളക്ഷൻ ഇൻചാർജ് എന്താണ് അറിയപ്പെടുന്നത്? ആമിൽ എന്നാണ് അറിയപ്പെടുന്നത് ഡൽഹി സുൽത്താനേറ്റിൽ. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ് നമുക്ക്. സോ ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ നോക്കി, ദ ഇക്ത സിസ്റ്റം ഓഫ് ഡൽഹി സുൽത്താൻസ് ഓഫ് ഡൽഹി വാസ് ആൻ ആൻഷ്യൻറ്റ് ഇൻഡിജിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഡൽഹി സുൽത്താൻ്റെ ആ ഒരു ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻറ്റ് ഇൻഡിജിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കംപ്ലീറ്റ്ലി റോങ് ആണ് നമുക്കറിയാം. കാരണം ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്താണ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എവിടെയാണ്? സെൻട്രൽ ഏഷ്യൻ ആൻഡ് വെസ്റ്റ് ഏഷ്യൻ ഒറിജിനാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ ഓർ വെസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ്. വെസ്റ്റ് ഏഷ്യനാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ആൻസർ പോവും? ഓപ്ഷൻ ബിയും പോവും, ഓപ്ഷൻ ഡിയും പോവും. സോ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1 only ആണ്. അപ്പോൾ 3 എന്തായിരിക്കും? തെറ്റായിരിക്കും. കാരണം ഇവിടെ ഓഫീസ് ഓഫ് മിർ ബക്ഷി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് ഖൽജി സുൽത്താൻസ് ഓഫ് ഡൽഹി എന്നാണ് പറയുന്നത്. പക്ഷേ ഖൽജി സുൽത്താൻ്റെ അല്ല, അത് ഏതിലാണ് വരുന്നത്? നമ്മുടെ മുഗൾ എംപറായിട്ടുള്ള അക്ബറിൻ്റെ ടൈമിലാണ് വരുന്നത്. ഓക്കെ, സോ അക്ബറിൻ്റെ ടൈമിലാണ് ഈ ഒരു മിർ ബക്ഷി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ആവുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ആ ഒരു ഓപ്ഷനും തെറ്റാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, 1 only മാത്രമായിരിക്കും. ഓക്കെ, സോ അതാണ് 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നെക്സ്റ്റ് 13ലേക്ക് പോകാം. സെയിൻറ്റ് നിംബാർഗ വാസ് എ കണ്ടംപററി ഓഫ് അക്ബർ. സെയിൻറ്റ് കബീർ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ കുറച്ച് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, മെഡീവൽ ഇന്ത്യയോട് റിലേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ സെയിൻറ്റ് നിംബാർഗയും അതുപോലെ എന്താണ് അക്ബറും എന്താണ് കണ്ടംപററി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അക്ബറിൻ്റെ ടൈം പീരീഡ് ഏകദേശം നമുക്ക് അറിയാവുന്നതാണ്. ഒരു 15th സെഞ്ച്വറിയിലാണ് എന്ത് അക്ബർ വരുന്നത്. 15th അല്ലെങ്കിൽ 16th സെഞ്ച്വറി. ഓക്കെ, 16th സെഞ്ച്വറിയാണ് അക്ബർ വരുന്നത്. ബട്ട് സെയിൻറ്റ് നിംബാർഗ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം ഒരു 13th 14th സെഞ്ച്വറിയിലാണ് വരുന്നത്. ഓക്കെ, 13th 14th സെഞ്ച്വറിയിലാണ് എന്ത് സെയിൻറ്റ് നിംബാർഗ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, സെയിൻറ്റ് കബീർ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് സെയിൻറ്റ് കബീർ എന്ന് പറയുമ്പോൾ ഈസ് എ ഡിസിപ്പിൾ ഓഫ് രാമാനന്ദയാണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ ഇസ്ലാമിക് സ്കോളർ. ഓക്കെ, അദ്ദേഹം എന്താണ് ഒരു ഇസ്ലാമിക് സ്കോളറാണ്. സോ അതുകൊണ്ട് എന്താണ് സെയിൻറ്റ് കബീർ എന്തായിരിക്കും ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദിയുടെ ഒരു ഗ്രേറ്റർ ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള ചാൻസ് എന്താണ് വളരെ കുറവാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താം. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് തെറ്റാണ് 13ാമത്തെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ അതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 14 നോക്കാം.
With reference to British colonial rule in India, consider the following statements. Mahatma Gandhi was instrumental in the abolition of the system of indentured labor. In Lord Chelmsford's War Conference, Mahatma Gandhi did not support the resolution on recruiting Indians for World War. Then third statement, consequent upon the breaking of salt law by Indian people, the Indian National Congress was declared illegal by the colonial rulers. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഈ ലോർഡ് ചെൽഫോൺസ് വാർ കോൺഫറൻസ് മഹാത്മാഗാന്ധി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റെസൊല്യൂഷൻ ഓൺ റിക്രൂട്ടിംഗ് ഇന്ത്യൻസ് ഫോർ വേൾഡ് വാർ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആ ടൈമിലൊക്കെ തന്നെ എന്താണ് മഹാത്മാഗാന്ധി എന്തിനാണ് സപ്പോർട്ട് ചെയ്തത്? ഇന്ത്യൻസിനെ വേൾഡ് വാറിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. ഇവിടെ എന്താണ് ഡിഡ് നോട്ട് സപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, എങ്ങനെ ഇന്ത്യൻസിന് എന്താണ് വേൾഡ് വാറിലേക്ക് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ വഴി എന്താണ് ബ്രിട്ടീഷിൻ്റെ ഒരു ട്രസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് ഗെയിൻ ചെയ്യുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എന്ത് മഹാത്മാഗാന്ധി അതിനെ സപ്പോർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അപ്പോൾ ആൻസർ സ്വാഭാവികമായിട്ടും ഏതായിരിക്കും വരുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയത് തന്നെ നമുക്ക് ബാക്കി 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഓപ്പൺ 1ഉം 3ഉം ആയിരിക്കും. കാരണം മഹാത്മാഗാന്ധി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ അബോളിഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇൻഡൻച്വർ ലേബർ ആണ്. അതുകൂടാതെ കോൺസിക്വൻ്റ് അപ്പോൺ ദ ബ്രേക്കിംഗ് ഓഫ് സോൾട്ട് ലോ ബൈ ഇന്ത്യൻ പീപ്പിൾ, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഡിക്ലെയർഡ് ഇല്ലീഗൽ ബൈ ദ കൊളോണിയൽ റൂൾ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താണ് ഇല്ലീഗലായിട്ട് കൺസിഡർ ചെയ്തായിരുന്നു. കാരണം സോൾട്ട് ലോ ചെയ്തത്, സോൾട്ട് നമുക്കറിയാം 1930 സോൾട്ട് ലോ വയലേറ്റ് ചെയ്തത്. സോ 1930 സോൾട്ട് ലോ വയലേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് 1932 ജാനുവരിയിൽ എന്താണ് INC ഇല്ലീഗലായിട്ട് കൺസിഡർ ചെയ്തു, ഇല്ലീഗലായിട്ട് എന്ത് ചെയ്തു ഡിക്ലെയർ ചെയ്തു. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ 1 and 3 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് കൺസിഡർ ദ ഫോളോയിങ് പേഴ്സൺ പൊസിഷൻ ഹെൽഡ്. Sir Tej Bahadur Sapru, President of All India Liberal Federation. K.C. Niyogi, Member, the Constituent Assembly. P.C. Joshi, General Secretary, Communist Party of India. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ആയിരിക്കുന്നത് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താണ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് 3 എന്താണ് കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് സർ തേജ് ബഹദൂർ സപ്രു, പ്രസിഡന്റ് ഓൾ ഇന്ത്യ ലിബറൽ ഫെഡറേഷൻ ആണ്. ദെൻ K.C. നിയോഗി, മെമ്പർ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ്. ആൻഡ് ഓൾസോ P.C. ജോഷി എന്താണ് ജനറൽ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആയിരിക്കും. നെക്സ്റ്റ് 16, വിത്ത് റെഫറൻസ് ടു മിയാൻ ടാൻസൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ടാൻസൺ വാസ് ദ ടൈറ്റിൽ ഗിവൺ ടു ഹിം ബൈ എംപറർ അക്ബർ. ഓക്കെ, ടാൻസൺ എന്ന് പറയുന്ന ടൈറ്റിൽ എന്താണ് എംപറർ അക്ബർ കൊടുത്തതെന്നാണ് പറയുന്നത്. Then Tansen composed Dhrubads on Hindu gods and goddesses. Then Tansen composed songs on his patrons. Tansen invented many ragas. അപ്പോൾ മിയാൻ ടാൻസനെ പറ്റി നമ്മൾ കേട്ടുള്ളതാണ്. മിയാൻ ടാൻസൺ ആരാണ്? ഈസ് എ മ്യൂസിക് കമ്പോസിഷൻ, എന്താണ് ഒരു മ്യൂസീഷ്യനാണ്. സോ അതുകൊണ്ട് എന്താണ് ഹി ഇൻവെൻറ്റഡ് മെനി രാഗാസ് എന്ന് പറയുമ്പോൾ അതിൽ തെറ്റൊന്നും പറയാനായിട്ട് ഇല്ല. ആൻഡ് ഓൾസോ ഹി കമ്പോസ്ഡ് സോങ്സ് ഓൺ ഹിസ് പാറ്റേൺസ്, അതും എന്താണ് തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. എഗെയിൻ പറയുന്നത് എന്താണ് ടാൻസൺ കമ്പോസ്ഡ് ധ്രുബദ്സ് ഓൺ ഹിന്ദു ഗോഡ് ആൻഡ് ഗോഡസ്, അതും എന്താണ് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിതിൽ ഒരേ ഒരു കാര്യമേ തെറ്റാക്കാൻ പറ്റുള്ളൂ. എന്താണ് ടാൻസൺ വാസ് ദ ടൈറ്റിൽ ഗിവൺ ഹിം ബൈ എംപറർ അക്ബർ. അക്ബറാണ് എന്താ ഈ ഒരു പേര് കൊടുത്തതെന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും നമുക്ക് തെറ്റാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആരായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ കൊടുത്തത്? ഇത് കൊടുത്തത് രാജ വിക്രംജിത്ത് ആണ്. ഗ്വാളിയാറിലെ രാജാവായിരുന്നു രാജ വിക്രംജിത്ത്. രാജ വിക്രംജിത്താണ് ടാൻസന് ഈ പേര് കൊടുത്തത്. ഗ്വാളിയാറിലെ രാജാവായിരുന്ന രാജ വിക്രംജിത്താണ് ടാൻസന് ഈ ഒരു പേര് കൊടുത്തത്, ടാൻസൺ പേര് കൊടുത്തത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ മിയാൻ എന്ന് പറയുന്ന പേരാണ് എന്ത് എംപറർ അക്ബർ കൊടുത്തത്. ഓക്കെ, മിയാൻ എന്ന് പറയുന്ന പേരാണ് എന്ത് എംപറർ അക്ബർ ടാൻസന് വേണ്ടി കൊടുത്തത്. സോ അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. എ ആണ് തെറ്റായിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 17th question. Who among the following Mughal emperors shifted emphasis from illustrated manuscripts to album and individual portrait? ഓക്കെ, ഇല്ലുസ്ട്രേറ്റഡ് മാനുസ്ക്രിപ്റ്റിൽ നിന്ന് ആൽബം ആൻഡ് ഇൻഡിവിജ്വൽ പോർട്രേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ സി ജഹാംഗീർ ആണ് ഷിഫ്റ്റ് ചെയ്തത്. എഗെയിൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ മെഡീവൽ ഇന്ത്യ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മുഗൾ സ്കൂൾ പെയിൻറ്റിംഗ് ഒക്കെ ഒറിജിനൽ ആയത് എന്താണ്? അക്ബറിൻ്റെ റീജിയനിലായിരുന്നു. ഓക്കെ, അക്ബറിൻ്റെ റീജിയനിലാണ് മുഗൾ സ്കൂൾ പെയിൻറ്റിംഗ് ഒറിജിനേറ്റ് ആയത്.
ബട്ട് ആരുടെ ജഹാംഗീറിൻ്റെ ടൈമിലാണ് എന്ത് അത് ഇല്ലുസ്ട്രേറ്റഡ് മാനുസ്ക്രിപ്റ്റ്സ് ടു ആൽബം ആൻഡ് ഇൻഡിവിജ്വൽ പോർട്ട്രേറ്റിലേക്ക് ഷിഫ്റ്റ് ആയത്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജഹാംഗീറാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്സ് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ ദ ടെമ്പറേറ്റ് ആൽപൈൻ സോൺ? കംപ്ലീറ്റ് ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ ഏത് നാഷണൽ പാർക്കാണ് ലൈസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ മാനസ് നാഷണൽ പാർക്ക്. മാനസ് എവിടെയാണ്? നമുക്കറിയാവുന്നതാണ്, ആസാമിലാണ് മാനസ് നാഷണൽ പാർക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നംദപ്പ നാഷണൽ പാർക്ക്. നംദപ്പ എവിടെയാണ് വരുന്നത്? അത് അരുണാചൽ പ്രദേശിൽ വരുന്നതാണ്. അരുണാചൽ പ്രദേശിലാണ് നംദപ്പ വരുന്നത്. ദെൻ നിയോറ വാലി നാഷണൽ പാർക്ക് നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലാണ്. ആൻഡ് ഓൾസോ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇതിൽ ഏതാണ് ടെമ്പറേറ്റ് ആൽപൈൻ സോൺ വരുന്നത്? ഫസ്റ്റ് നോക്കിയേ, മാനസ് നാഷണൽ പാർക്ക്. മാനസ് നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ആസാം റീജിയനിലാണ്, അതായത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ടെമ്പറേറ്റ് മാത്രമല്ല, അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? അവിടെ നമുക്ക് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. അതുപോലെ എന്താണ് വേറെ ഒരുപാട് ഫോറസ്റ്റ് കാണാൻ പറ്റും. സോ എന്തായാലും എന്തായിരിക്കും അത് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എഗെയിൻ വീണ്ടും വരുന്ന ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അത് നോർത്ത് ഈസ്റ്റേൺ റീജിയനാണ്. അവിടെയും ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ വെസ്റ്റ് ബംഗാൾ നിയോറ വാലി നാഷണൽ പാർക്കിലും ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നമുക്ക് ടെമ്പറേറ്റ് ആൽപൈൻ സോൺ കാണാനായിട്ട് പറ്റത്തില്ല. സോ അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിലാണ് എന്ത് കംപ്ലീറ്റ്ലി നമുക്ക് ടെമ്പറേറ്റ് ആൽപൈൻ സോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോപ്പിക്കിനും അതുപോലെ എന്താണ് പോളാറിനും ഇടയ്ക്കുള്ളതാണ്. ബിറ്റ്വീൻ ട്രോപ്പിക് ആൻഡ് പോളാറിനാണ് നമ്മൾ എന്ന് പറയുന്നത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. എസ്പെഷ്യലി അവിടുത്തെ ലീഫൊക്കെ എങ്ങനെയായിരിക്കും? ബ്രോഡ് ലീഫായിരിക്കും. ദെൻ കോണിഫറസ് ട്രീസ് കാണും. ഇത് കൂടാതെ എന്തായിരിക്കും പ്രധാനപ്പെട്ട ട്രീസ് ഏതൊക്കെയായിരിക്കും? ഓക്ക്, മേപ്പിൾസ്, ബെർച്ച്. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും അവിടുത്തെ ട്രീസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ഈ ഒരു ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് സോണിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡാണ് എന്ത് ആൻസർ വരുന്നത്. സോ ഈ സെയിം ടൈമിൽ നമുക്ക് ബാക്കി നാഷണൽ പാർക്കിനെ പറ്റിയൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്താണ് മാനസ് ഉണ്ട്. മാനസ് എവിടെയാണ്? ആസാമിലാണ്. അപ്പോൾ മാനസിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും? റിവർ മാനസ് എന്താണ് ഇതിലൂടെ ഒഴുകുന്നു. അതുകൊണ്ടാണ് എന്ത് ഈ ഒരു പേര് കിട്ടിയത്. അതുകൂടാതെ എന്താണ് ഇത് പ്രൈമർലി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ. ഓക്കെ, ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കലാണ് മാനസ് പ്രധാനമായിട്ടും വരുന്നത്. ഇത് കൂടാതെ എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമാണ് മാനസ്. നെക്സ്റ്റ് നമുക്ക് നിയോറ വാലി നോക്കാം. ഓക്കെ, നിയോറ വാലി എവിടത്തെയാണ് വരുന്നത്? വെസ്റ്റ് ബംഗാളിലാണ് വരുന്നത്. ഇത് ഒരു ലഷ് മിക്സ് ഓഫ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ആൻഡ് ആൾസോ വെസ്റ്റ് ബംഗാളാണ്. ഇതെന്താണ് മിക്സ് ഓഫ് ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേറ്റ് ആൽപൈൻ റീജിയനെ കാണാനായിട്ട് പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് വരുന്ന ഏതാണ്? നംദപ്പ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശാണ്. നംദപ്പ അരുണാചൽ പ്രദേശാണ്. ഇവിടെ നമുക്ക് ഏത് കാണാൻ പറ്റും? ഇവിടെ കൂടുതലും എന്താണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ട്രോപ്പിക്കൽ എവർഗ്രീനാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, ട്രോപ്പിക്കൽ നമുക്കറിയാം അരുണാചൽ പ്രദേശ് ആകുമ്പോൾ തന്നെ എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീനാണ്. ഇത് കൂടാതെ എന്താണ് ഇന്ത്യയിൽ തന്നെ 4 ബിഗ് കാറ്റ് സ്പീഷീസിലെയും കാണുന്ന ഒരേ ഒരു നാഷണൽ പാർക്ക് ഏതാണ്? ഇതാണ്. ഓക്കെ, 4 ബിഗ് കാറ്റ് സ്പീഷീസ് ഉള്ളത്. അപ്പോൾ ഈ 4 ബിഗ് കാറ്റ് സ്പീഷീസിനെ എന്താണ് നമുക്ക് ഈ നംദപ്പ നാഷണൽ പാർക്കിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ടൈഗർ, ലെപ്പാർഡ്, ദെൻ ക്ലൗഡഡ് ലെപ്പാർഡ്, അതുകൂടാതെ എന്താണ് സ്നോ ലെപ്പാർഡ്. സോ ഇതിനെല്ലാം എന്താണ് നമുക്ക് ഈ നംദപ്പ നാഷണൽ പാർക്കിൽ കാണാൻ പറ്റും. അരുണാചൽ പ്രദേശാണ് നംദപ്പ നാഷണൽ പാർക്ക് വരുന്നത്. സോ ഇതെല്ലാം എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇതാണ്. കൂടാതെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഉണ്ട്, ടെമ്പറേറ്റ് മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഉണ്ട്, ആൽപൈൻ സ്ക്രബ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ് ഈ ഒരു നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് എന്താണ് കംപ്ലീറ്റ് നമുക്ക് ട്രോപ്പിക്കൽ ആൽപൈൻ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, ടെമ്പറേറ്റ് ആൽപൈൻ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. സോ അതാണ് നമുക്ക് ആൻസർ അപ്പോൾ ഏതാണ് വരുന്നത്? ആൻസർ 18ാമത്തെ ക്വസ്റ്റ്യൻ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അവിടെയാണ് ടെമ്പറേറ്റ് ആൽപൈൻ സോൺ വരുന്നത്. 19 അടൽ ഇന്നോവേഷൻ മിഷൻ ഈസ് സെറ്റ് അപ്പ് അണ്ടർ ദ ഓപ്ഷൻ എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഓപ്ഷൻ സി നീതി ആയോഗ്,
ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് അല്ലെങ്കിൽ ഏതിൻ്റെ കീഴിലാണ് അടൽ ഇന്നോവേഷൻ മിഷൻസ് വരുന്നത്? ഓക്കെ, അഗെയിൻ നമുക്ക് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. അടൽ ഇന്നോവേഷൻ മിഷൻ ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? നീതി ആയോഗിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സോ ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 2016 ആണ്. 2016 അണ്ടർ നീതി ആയോഗാണ്. ഇതുകൂടാതെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊമോട്ട് എ കൾച്ചർ ഓഫ് ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് അക്രോസ് ദ കൺട്രി. ഓക്കെ, പ്രൊമോട്ട് culture of innovation and entrepreneurship across the country. സോ ഇതാണ് എന്ത് ഈ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ്